സാറിൻ്റെ അഭിപ്രായത്തിൽ UPSC ശരിക്കും പ്രിലിമിനറി എക്സാമിലൂടെ എന്താണ് ചെക്ക് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റിന്? ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിയർ ചെയ്യുന്നതും ഈ സ്റ്റേജിലാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ കേസിൽ ആ ഒരു ക്ലോഷർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊക്കെ സബ് ടോപ്പിക്സ്, ഏതൊക്കെ ടോപ്പിക്സാണ് ഇതിൽ പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ PVQയിലൂടെ പോയേ പറ്റും. ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കുറേ തവണ പോകുമ്പോഴത്തേനും നമ്മളെന്താ പറയുക, നമ്മളൊരു UPSC പ്രിലിംസ് എക്സ്പേർട്ടൊക്കെ ആയി തുടങ്ങും. എല്ലാവരും പ്രിലിംസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇൻറ്റൻസീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി ഒരു മാസം കൂടിയുള്ളൂ എക്സാമിന്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും ഫോക്കസ് പ്രിലിംസിലിരിക്കുന്ന ഈ ഒരു സമയത്ത് ബേസിക്കായിട്ട് പ്രിലിംസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഭയങ്കര റെലവൻസ് ഉള്ള ഒരു കാര്യമാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ UPSC ശരിക്കും പ്രിലിമിനറി എക്സാമിലൂടെ എന്താണ് ചെക്ക് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റിൻ്റെ? UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ അതിന് 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രിലിംസ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ ടെസ്റ്റ് ആണെന്ന് പറയാം. കാരണം ഇതിൻ്റെ മാർക്ക് കൂട്ടുന്നില്ല. മെയിൻസിലേക്ക് ഒരു 10,000 മുതൽ 15,000 സ്റ്റുഡൻസിനെ വേണ്ട സ്റ്റുഡൻസിന് നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് സ്റ്റേജാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സ്റ്റേജുമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിയർ ചെയ്യുന്നതും ഈ സ്റ്റേജിലാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ്. മാർക്ക് കൂട്ടുന്നില്ലെങ്കിൽ പോലും UPSC ആക്ച്വലി ഈ ഒരു സ്റ്റേജ് വഴി സിവിൽ സർവൻസിന് വേണ്ട ചില ക്വാളിറ്റീസ് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC ഒരു സിലബസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് പോകാമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ കോൺസെപ്ഷണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഏരിയാസ് ഉണ്ട്, അതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സത്യത്തിൽ നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തോട് സീരിയസ് ആണ്, എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം സിവിൽ സർവൻസിന് ഒരുപാട് കാര്യങ്ങളിൽ അത്രയും വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ വേണം. അതാണ് ഈ ഒരു സൈഡിൽ ചെക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ സർവൻസിന് പലപ്പോഴും ആക്ച്വൽ ജോബ് കണ്ടീഷനിൽ ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കത്തില്ല ഡിസിഷൻ എടുക്കേണ്ടി വരിക. മുഴുവൻ ഇൻഫർമേഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ ടേക്കിങ്ങിൻ്റെയും അതുപോലെ കുറച്ചൊരു കോമൺ സെൻസിൻ്റെയും ഒരു റിസ്ക് ടേക്കിങ്ങിൻ്റെയൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ UPSC പ്രിലിംസിലെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ നമുക്ക് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താത്ത തരം ചോദ്യങ്ങളായിരിക്കും. നമ്മളുടെ കണ്ടൻറ്റിൽ നിന്നും അതുപോലെ നമ്മുടെ ഒരു കോമൺ സെൻസിൽ നിന്നും നമ്മൾ ഒരു തിങ്കിങ്ങും പ്രോസസ്സിംഗ് ഒക്കെ വഴി നമുക്ക് ഏകദേശം ഒരു ഉത്തരത്തിലേക്ക് എത്താം. ഒരു 60-70% ഉറപ്പൊക്കെ ഉള്ളൂ അതാണ് ഉത്തരം എന്നുള്ളത്. അപ്പം അവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും ഒരു റിസ്കിൻ്റെ എലമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊരു പാർട്ടാണ്. ഇത് കൂടാതെ സിവിൽ സർവൻസിന് ചിലപ്പം അവരുടെ കരിയറിൽ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് ചിലപ്പം വരാം. ഇപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഇപ്പോൾ COVID-19 പോലത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രിലിംസ് എക്സാമിനേഷന് പെട്ടെന്ന് നമ്മൾ ആക്ച്വൽ എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് സഡൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ആ ഒരു എക്സാം ഹാളിൽ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ കാര്യത്തെ മാനേജ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുത്ത് വേണം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലി UPSC ഈ ഒരു എക്സാം വഴി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രിലിംസിന് ബേസിക്സ് പഠിക്കാനുണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഏതിനാണ് ഒരു സ്റ്റുഡൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ശരിക്കും രണ്ടിനും പ്രാധാന്യമുണ്ട്. ബേസിക്സിനും കറണ്ട് അഫയേഴ്സിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ബേസിക്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ബേസിക്സിൻ്റെ കൺസെപ്റ്റ്സോ ഡാറ്റയോ ഒക്കെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം പ്രിലിംസിൻ്റെ സിലബസിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്, കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ് ആദ്യത്തെ പോയിന്റ് തന്നെ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം പേപ്പറിനകത്തും കറണ്ട് അഫയേഴ്സിന് കിട്ടാറുണ്ട്. അതുപോലെ ഇപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ, 3-4 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് മിക്സഡ് ആയിട്ട് ഇപ്പം 2 സ്റ്റേറ്റ്മെൻറ്റ് ബേസിക് ആയിരിക്കാം, 2 സ്റ്റേറ്റ്മെൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, അങ്ങനെ വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ബേസിക്കിനാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ സോൾവബിൾ ആണ് കുറേ കൂടി. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ബേസിക് ക്വസ്റ്റ്യൻസ് കുറേ കൂടി എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ കുറച്ചുകൂടെ കൺഫൈൻഡ് സിലബസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് സെറ്റ് ഓഫ് റിസോഴ്സ് നമുക്ക് ബേസിക്സിന് വേണ്ടിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് അങ്ങനെയല്ല, അതൊരു ഇൻഫിനിറ്റ് ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്ക് കുറേ കൂടി റിവാർഡിംഗ് ആയിട്ട് തോന്നുന്നത് ബേസിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബേസിക്സ് പഠിച്ചു കഴിയുമ്പോൾ ഒരു ക്ലോഷർ ഫീലിംഗ് കിട്ടും. പക്ഷേ നേരെ മറിച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ കേസിൽ ആ ഒരു ക്ലോഷർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, കറണ്ട് ഇവൻറ്റ്സിൻ്റെ ബേസ് ചെയ്ത് UPSC ക്വസ്റ്റ്യൻ ഇടുമ്പോഴും പലപ്പോഴും ആ കറണ്ട് ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് തന്നെയാണ് ചോദിക്കാറ്. അപ്പം ആ ഒരു സെൻസിലും ബേസിക്സ് പഠിക്കുന്നതാണ് കുറേ കൂടി റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല,
അപ്പോൾ ബേസിക്കിൻ്റെ നോളജ് വെച്ചിട്ട് നമുക്ക് ചിലപ്പം ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ സോൾവ് ചെയ്യാൻ പറ്റും. ആ നോളജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാറ് നേരത്തെ പറഞ്ഞല്ലോ ഒരു കോമൺ സെൻസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കോമൺ സെൻസ് ചിലപ്പോൾ നമുക്ക് വരുന്നത് ഈ ബേസിക്സ് പഠിക്കുന്നതിലൂടെ ആയിരിക്കും. അപ്പം ആ രീതിയിലും ബേസിക്സ് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ബേസിക്സ് ഒന്നുകൂടെ ഒന്ന് തറവാകാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം റിവിഷൻ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും, കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ബാക്കിയുണ്ടാകും. അപ്പോൾ അത് പഠിച്ചിട്ട് മാക്സിമം ടൈംസ് റിവൈസ് ചെയ്യുക. അപ്പം റിവിഷനിലൂടെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബേസിക് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലാണ്. അപ്പം എല്ലാ സ്ട്രോങ് കാൻഡിഡേറ്റ്സും ഈ ഒരു ഫണ്ടമെൻ്റൽ നോളജിൽ സ്ട്രോങ് ആയിരിക്കും. അപ്പം നമ്മൾ വീക്കാണെങ്കിൽ നമ്മൾ ആ കോമ്പറ്റീഷന് ചെറുതായിട്ട് ഔട്ടായി പോകും. പക്ഷേ ആ ഒരു പോസിബിലിറ്റി ഒഴിവാക്കിയിട്ട് കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിൽ മാക്സിമം ടൈംസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാസം ലാസ്റ്റ് പീരീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ബേസിക്സ് ആണ് കറണ്ട് അഫയേഴ്സിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഇനിയുള്ള ഈ ഒരു സമയം, ഈ ഒരു മാസം എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഭയങ്കര അബണ്ടൻ്റ് ആണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പല ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യും. അപ്പം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ആദ്യം പറയാം. ഇനി ഒരു മാസത്തേക്ക് നമ്മൾ പുതിയ മെറ്റീരിയലിൻ്റെ പുറകെ പോകാതിരിക്കുക കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം, ഇൻസ്റ്റെഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൽ ആ ക്ലോഷർ ഫീലിംഗ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ IPTC ആണെങ്കിൽ തന്നെ 3 കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. 12 മാസം കവർ ചെയ്യുന്ന 3 കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ്. അപ്പോൾ 300 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. പിന്നെ ഫുൾ ടെസ്റ്റിനകത്തും ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു 3 കറണ്ട് അഫയേഴ്സ് ടെസ്റ്റും 5 ഫുൾ ടെസ്റ്റും വഴി നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 300 ഡിഫറെൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റെലവൻസ് ഉള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ടോപ്പിക്സിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ജനറേറ്റഡ് ആവും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ കാനയുടെ ഓൺലൈൻ പ്രിലിംസ് റിവിഷൻ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. അതും ഹെൽപ്പ് ചെയ്യും. അത് കാണുന്നതും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ ഏതെങ്കിലും വീക്ക് ഏരിയ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് വീക്ക് ആണെങ്കിൽ അതിൻ്റെ റിവിഷൻ ക്ലാസ്സസ് കാണുന്നത് നമുക്ക് ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് തരും. നമ്മുടെ വീക്ക് ഏരിയ നമ്മൾ അഡ്രസ്സ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പഴു നമ്മൾ അടച്ചു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സെൻസിലും ആ ഒരു ക്ലോഷർ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ച കാര്യത്തിൽ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ആവശ്യത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം മൊത്തം കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കഴിഞ്ഞ ഒരു റീസെൻ്റായിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഇത്തരം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എങ്കിലും നോക്കി എന്നുള്ള ഒരു കാര്യം എൻഷുർ ചെയ്യുക. ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറ്. അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കുറേ കൂടി റിവാർഡിംഗ് ആണ് കമ്പയർഡ് ടു അതർ ടോപ്പിക്സ്. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഈ 3 ടോപ്പിക്സും ഭയങ്കര റിവാർഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ്, പിന്നെ IR റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ PYQs എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ഈ ഒരു മാസം അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്? പ്രിലിംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ PYQs വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് ഒട്ടും ഡീറ്റെയിൽഡ് അല്ല. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, അതാണ് സിലബസ്. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ്റെ അകത്താണ് ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ ഈ നാഷണൽ മൂവ്മെൻറ്റിന് മുന്നേ ഉള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാം വരുന്നത്. അപ്പം ഏതൊക്കെ സബ് ടോപ്പിക്സ്, ഏതൊക്കെ ടോപ്പിക്സാണ് ഇതിൽ പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ PYQയിലൂടെ പോയേ പറ്റുള്ളൂ. ഇതിപ്പം ക്ലാസ്സിലൊക്കെ ഒരുവിധം അതനുസരിച്ച് തന്നെയാണ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ സ്റ്റുഡൻസിന് കാര്യമായി സ്വന്തമായി റിസർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചില പർട്ടിക്കുലർ ഏരിയാസിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും PYQയിലൂടെ പോകുമ്പോൾ. അതേപോലെ ചില ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലം ഒരേ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ നിന്ന് വീണ്ടും ചോദിക്കാനായിട്ട് കാണാൻ പറ്റും. അതേസമയം ചില സബ് ടോപ്പിക്സിൽ ഒരു ഇവല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു ആദ്യം ചോദിച്ചപ്പോൾ കുറച്ച് ഈസി ആയിരിക്കും, പിന്നെ അത് കുറച്ചുകൂടെ ടഫായി, പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ടഫായി. ഇപ്പം ബുദ്ധിസം, ജൈനിസം ഒക്കെ അതിൽ പെടുത്താവുന്ന ഒരു ഏരിയ ആണ്. ആദ്യം വളരെ ഈസി ആയിരുന്നു, പിന്നീട് വന്നപ്പോൾ കുറച്ചുകൂടെ
ടഫായി കൂടുതൽ ടഫായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പഴയത് വീണ്ടും റിവൈസ് ചെയ്താൽ പോരാ. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റിൻ്റെ ടഫ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ അല്ല ടഫ്നെസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ. ഇപ്പോൾ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്മികാന്ത് നല്ലപോലെ പഠിച്ച് PYQs ഒക്കെ നോക്കി പുതിയതായിട്ട് വരുന്ന ഏരിയാസിലൊക്കെ ഒരു അഡീഷണൽ ഫോക്കസ് ഒക്കെ കൊടുത്ത് നല്ലപോലെ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മിക്ക ചോദ്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ബേസിക് എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്സ് നല്ല തറവാണ്. പ്ലസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെയും ഒരുവിധം മിക്ക ചോദ്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഹിസ്റ്ററി ടോപ്പിക്സിലേക്കൊക്കെ പോകുമ്പോൾ ആൻഷ്യൻറ്റും ആർട്ട് ആൻഡ് കൾച്ചറും മിഡീവലിലേക്കൊക്കെ പോകുമ്പോഴത്തേനും വളരെ വാസ്റ്റ് സിലബസ് ആണ്, ഭയങ്കര ഫാക്ച്വലാണ്. പക്ഷെ അവിടെ നമ്മൾ പലപ്പോഴും എത്ര പ്രിപ്പയർ ചെയ്താലും കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഒരു ടഫ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പം ചില സബ്ജക്ട്സിൽ ഫാക്ച്വൽ ആയിരിക്കും, ചിലതിൽ കോൺസെപ്ഷ്യൽ ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം ബേസിക് എക്കണോമിക്സിലും അതുപോലെ വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി പോർഷൻസ് ഒക്കെ വളരെ കോൺസെപ്ഷനാണ്. അപ്പോൾ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നമ്മൾ PYQലൂടെ പോയി അതിൻ്റെ ആൻസറൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഈ UPSC എത്രത്തോളമാണ് നമ്മൾ ഓരോ ചോദ്യത്തിനും ചിന്തിക്കേണ്ടത്, എത്രത്തോളം ആണ് നമ്മൾ തോട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിരിക്കും, ചിലത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ മേ ബി നമ്മൾ ചിന്തിച്ചത് കുറച്ച് കുറഞ്ഞു പോയി കാണും, ചിലതിൽ നമ്മൾ കുറച്ച് കൂടിപ്പോയി കാണും. അപ്പം UPSCയുടെ ഒരു എത്രത്തോളം ചിന്തിക്കണം എന്നുള്ളതിനൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ ഓവറാകാൻ പാടില്ല, കുറവാകാൻ പാടില്ല. അത് മനസ്സിലാണെങ്കിൽ ആക്ച്വലി PYQs ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. പലപ്പോഴും പല ചോദ്യങ്ങളും ഫുള്ളായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പെയറായിട്ടോ ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. ഒരു സീരിയസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡിസിസീവ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണത്. പിന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ചോദ്യങ്ങളിലൂടെ പോകുമ്പോഴത്തേനും, ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കുറേ തവണ പോകുമ്പോഴത്തേനും നമ്മളെന്താ പറയുക, നമ്മളൊരു UPSC പ്രിലിംസ് എക്സ്പേർട്ടൊക്കെ ആയി തുടങ്ങും. നമുക്ക് ഈ UPSCയുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് മൊത്തത്തിൽ UPSC പ്രിലിംസിനെ പറ്റി മൊത്തത്തിലൊരു ഗ്രിപ്പ് കൂടും. ഓക്കെ, അതായത് നമ്മൾ ടഫ് എക്സാമാണ്, പുതുമകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും എല്ലാ കൊല്ലവും പൊളിറ്റി ഉണ്ടാവും, എല്ലാ കൊല്ലവും എക്കണോമി ഉണ്ടാവും, എല്ലാ കൊല്ലവും എൻവിറോൺമെൻറ്റ് ഉണ്ടാവും. അതിലൊക്കെ മിനിമം ഒരു 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കണം. കുറേ ചോദ്യങ്ങൾക്കും നല്ലപോലെ സോൾവബിൾ ആയിരിക്കണം, കുറേ ചോദ്യങ്ങൾ ഈസി ആയിരിക്കണം, കുറച്ച് ചോദ്യങ്ങൾ മീഡിയം ആയിരിക്കണം. അപ്പം ഇതെല്ലാം എല്ലാ കൊല്ലവും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിയാണ്, UPSC മേ ബി കുറച്ച് ഫ്രഷ്നെസ് കൊണ്ടുവരാം, ഓപ്ഷനൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു തീമിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അഗ്രികൾച്ചറിൽ നിന്ന് ഒരു കൊല്ലം 10 ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ IR ഒരു കൊല്ലം 10 ചോദ്യം ചോദിക്കാം, നോർമലി ചോദിക്കാത്ത. പക്ഷെ എന്നിരുന്നാലും ഒരു 70% ഓഫ് ദി ചോദ്യ പേപ്പർ പഴയ പോലെ തന്നെയായിരിക്കും. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ PYQലൂടെ പോകുമ്പോഴത്തേനും സത്യത്തിൽ ആ ഒരു നല്ല ഗ്രിപ്പും അതിൻ്റെ ബേസിസിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസുമാണ് കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇനിയുള്ള ഈ ഒരു സമയത്ത് അപ്പോൾ ഓൾറെഡി PYQലൂടെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവും മിക്ക സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിനെങ്കിലും പോവുക. ഓരോ ചോദ്യങ്ങളും നോക്കി, ഓപ്ഷനുകളൊക്കെ നോക്കി, ഗൂഗിളൊക്കെ ചെയ്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക. അത് നിങ്ങൾ ഫൈനലായിട്ട് പോകുന്നതിന് മുന്നേ റിവൈസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സർ, അപ്പോൾ നമ്മൾ 4 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന് UPSC പ്രിലിംസിലൂടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്, 2 കറണ്ട് അഫയേഴ്സ് ആണോ ബേസിക്സ് ആണോ മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം, 3ാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സ് ഇനിയിപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു കാര്യം, 4ാമതായിട്ട് PYQസിൻ്റെ ഇമ്പോർട്ടൻസും ചെക്ക് ചെയ്തു. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ഈ കാൻഡിഡേറ്റ്സിന് ഓൾറെഡി അറിയുന്നതായിരിക്കും, ചിലപ്പം കുറച്ച് കാര്യങ്ങൾ അറിയാത്തതായിരിക്കും. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഇങ്ങനൊരു ഡിസ്കഷൻ ഈ ഒരു സമയത്ത് പ്രിലിംസ് ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെലവൻസ് ഉള്ളൊരു കാര്യമാണ്. നമുക്കൊരു ക്ലാരിറ്റി വേണം എക്സാമിനെ പറ്റി. എന്തെങ്കിലും ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു പീരീഡ് ആണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനിയും നമ്മൾ ഈ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടെസ്റ്റ് സീരീസിലെ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ നമ്മളെങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. പലപ്പോഴും പല കാൻഡിഡേറ്റ്സിനും അറിയാതെ പോകുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ആൻസർ കീ ചുമ്മാ നോക്കിയാൽ മതിയോ,
അതിലെ മിസ്റ്റേക്സ് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അത് അടുത്ത വീഡിയോ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Come and join iLearn IAS and feel the difference.